പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും സ്ഫോടനങ്ങളുടെ പ്രകമ്പനവും മുഴങ്ങുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണങ്ങളുടെ ആഘാതം പോലും മാറും മുമ്പേ അതിനേക്കാൾ അതിമടങ്ങ് ശക്തവും വ്യാപകവുമായ സൈനിക നടപടികളുമായി അമേരിക്ക വീണ്ടും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ 10 ദിവസം മുമ്പുണ്ടായ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ സൈനിക നീക്കം വ്യാപ്തിയിലും ശക്തിയിലും 4-5 മടങ്ങ് വലുതാണ്. ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ഏറ്റവും ശക്തമായ അമേരിക്കൻ ആക്രമണമെന്ന വിശേഷണവും ഇതിനോടകം ഈ നടപടിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ പുതിയ സൈനിക നീക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഈ ജലപാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരത ഉണ്ടാകുന്നത് തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കാൻ ശേഷിയുള്ളതാണ്. ഹോർമുസിലൂടെ സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് അമേരിക്കയുടെ ആരോപണം. അതിന് മറുപടിയാണ് ഇറാന്റെ തീരദേശ സൈനിക സൗകര്യങ്ങൾക്കെതിരെ വ്യാപകമായ വ്യോമാക്രമണം നടത്തിയെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. അതേസമയം അമേരിക്കയുടെ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുണ്ടായിരുന്ന ധാരണകളും വെടിനിർത്തൽ വ്യവസ്ഥകളും അമേരിക്ക തുടർച്ചയായി ലംഘിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആരോപണം. ദേശീയ സുരക്ഷയും തന്ത്രപ്രധാന താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക തിരിച്ചടികൾക്കും പ്രതികാര നടപടികൾക്കും സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇത് വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ലെന്നതാണ് യാഥാർത്ഥ്യം. ലോക എണ്ണവില, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ഗൾഫ് മേഖലയിലെ സുരക്ഷ, ആഗോള സാമ്പത്തിക സ്ഥിരത തുടങ്ങി നിരവധി മേഖലകളെ നേരിട്ട് ബാധിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ സംഘർഷം മാറിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ വിതരണത്തിൽ തടസ്സം നേരിട്ടാൽ അതിന്റെ ആഘാതം ഏഷ്യയിലെയും യൂറോപ്പിലെയും വിപണികളിൽ വരെ പ്രതിഫലിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ചോദ്യം മറ്റൊന്നാണ്. വെടിനിർത്തൽ കരാറുകൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും വീണ്ടും സൈനിക ശക്തി പ്രകടനത്തിലേക്ക് നീങ്ങുന്നത് പശ്ചിമേഷ്യയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നത്. നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ലെങ്കിലും മിസൈലുകളും യുദ്ധവിമാനങ്ങളും സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷം നയതന്ത്രത്തിന്റെ ശബ്ദം പലപ്പോഴും പിന്നിലേക്ക് പോകാറുണ്ട്. ഒരു കാര്യം മാത്രം വ്യക്തമാണ്: പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഹോർമുസിന്റെ തിരമാലകളിൽ ഇപ്പോഴും ഒഴുകുന്നത് വെറും എണ്ണക്കപ്പലുകൾ മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കൂടിയാണ്. അടുത്ത മണിക്കൂറുകളും ദിവസങ്ങളും ഈ സംഘർഷത്തിന്റെ ദിശ മാത്രമല്ല, പശ്ചിമേഷ്യയുടെ ഭാവിയും നിർണയിച്ചേക്കും.